തളങ്ങളിലിരുന്ന് കഥയും കവിതയും ലേഖനങ്ങളും എഴുതുന്ന 26-കാരൻ സിദ്ധാർത്ഥൻ ഇന്ന് ലോകമറിയുന്ന എഴുത്തുകാരനാണ്. 100ഓളം രാജ്യങ്ങളിലെ മാധ്യമങ്ങൾ തൃപ്പൂണിത്തുറ സ്വദേശിയായ സിദ്ധാർത്ഥന്റെ എഴുത്തുകൾ ഇപ്പോൾ പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞു. 24 മണിക്കൂറിൽ 19 മണിക്കൂറും തൃപ്പൂണിത്തുറ പേട്ട സ്വദേശി 26-കാരനായ സിദ്ധാർത്ഥ് അക്ഷരങ്ങളുടെ ലോകത്ത് തന്നെയാണ്. ഡയറി എഴുതുന്ന അമ്മ സ്മിത സേതുവിന്റെ ശീലം കണ്ടും കേട്ടും വായിച്ചുമറിഞ്ഞാണ് സിദ്ധാർത്ഥ് കഥയും കവിതയും ലേഖനങ്ങളുമൊക്കെ 6ാം ക്ലാസ് മുതൽ എഴുതി തുടങ്ങിയത്. +2-ന് അധ്യാപകൻ ഫാദർ തോംസൺ സിദ്ധാർത്ഥിന് വേണ്ട പിന്തുണ നൽകിയപ്പോൾ സിദ്ധാർത്ഥിന്റെ എഴുത്തുകൾ കടൽ കടന്നു. കോവിഡ് കാലത്തെ വിരസതകളും എഴുത്തിനെ സജീവമാക്കി. ഞാൻ പഠിക്കുന്ന കാലം തൊട്ട് എഴുതാൻ തുടങ്ങിയ ഒരു വ്യക്തിയാണ്. ശരിക്കും എൻ്റെ എഴുത്ത് ബിഗിനിങ് ചെയ്യുന്നത് ഞാൻ ഒരു 6th സ്റ്റാൻഡേർഡിലൊക്കെ പഠിക്കുമ്പോൾ, ഒരു 11 വയസ്സായപ്പോഴാണ് ശരിക്കും ചെറുതായിട്ട് എഴുതി തുടങ്ങുന്നത്. അപ്പോൾ ആ സമയത്ത് മദർ ആണ് ശരിക്കും ഇതിൻ്റെ ഒരു പ്രചോദനം തരുന്നത്. ആ സമയത്ത് അമ്മ എന്താ പറയുക, അമ്മേൻ്റെ പഴയ ഡയറിയൊക്കെ ഞാൻ കണ്ടുപിടിച്ചു. എന്നിട്ട് അമ്മയുടെ ആ ഡയറിയൊക്കെ വായിച്ചു. അതിൽ കിട്ടിയ ഇൻസ്പിറേഷനാണ് എനിക്ക് ശരിക്കും ഒരു മോട്ടിവേഷൻ ആദ്യമായിട്ട് വന്നത്. നിലവിൽ 100ഓളം രാജ്യങ്ങളിലെ പത്രങ്ങളിലും മാഗസിനുകളിലുമൊക്കെയായി സിദ്ധാർത്ഥ് എഴുതിയ കഥയും കവിതയും ലേഖനങ്ങളുമൊക്കെ പ്രസിദ്ധീകരിച്ചു വന്നു. എനിക്ക് വിത്തൗട്ട് വിസിറ്റിംഗ്, ഞാൻ ചുരുക്കി പറയുകയാണെങ്കിൽ ഒരു രാജ്യത്തും സന്ദർശിക്കാണ്ട് ആ രാജ്യങ്ങളിലെ പത്രങ്ങൾ, ജേർണൽസ്, മാസികകളിൽ കഥ, കവിത, ലേഖനം, ഒരു 100 രാജ്യങ്ങളിൽ കഥകൾ, കവിതകൾ, ലേഖനങ്ങൾ ഇരുന്ന് എഴുതി പ്രസിദ്ധീകരിക്കാൻ സാധിച്ചത്. എഴുത്തിന്റെ ആഴം വിലയിരുത്തി 2021-22 വർഷം ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡും ലഭിച്ചിരുന്നു. രാജ്യസ്നേഹവും പ്രണയവും ആനുകാലിക സംഭവങ്ങളുമെല്ലാം സിദ്ധാർത്ഥിന്റെ എഴുത്തിൽ കടന്നു വരുന്നുണ്ട്. മുറികളിലിരുന്ന ഒരു രാജ്യത്തും പോകാതെ തന്റെ അക്ഷരങ്ങൾ മാത്രം കടൽ കടത്തിയ സിദ്ധാർത്ഥ് പുതിയ നേട്ടങ്ങൾ കൈവരിക്കാനുള്ള ഓട്ടത്തിലാണ്. AC ന്യൂസ്, കൊച്ചി.